അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ മോന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നല്ല കുട്ടിയായി വളരണം. അമ്മേ, അതിന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാറുണ്ടോ? മോനെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട്. നല്ല മനസ്സോടു കൂടി പ്രാർത്ഥിച്ചാൽ, നല്ല മനുഷ്യനായി ജീവിച്ചാൽ ദൈവം ഉറപ്പായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. അത് നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. ഞാൻ എന്നും പ്രാർത്ഥിക്കും അമ്മേ. എന്നാ അമ്മയുടെ ചുവപ്പിട്ടുന്നൊരു പാട്ട് പാടിക്കേ. നമ്മുടെ MLA മോൻ വരുന്നു. അയ്യോ, സോറി ചേട്ടാ. ശരി ശരി, എഴുന്നേക്ക്. എന്താ നിന്റെ പേര്? ജോമൻ ചേട്ടാ. ഇപ്പോഴാണോ എന്റെ ചേട്ടനായ? അതല്ല ചേട്ടാ, എന്റെ പേരാ ജോമൻ. എടാ ജോർജ്, ഇവനെ കൊണ്ട് 2 സ്റ്റെപ്പ് ഇടിച്ചാലോ? ഷുവർ, വൈ നോട്ട്? നീ ഡാൻസ് കളിച്ചോണ്ട് ഉത്തരം പറ. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? എനിക്കറിയില്ല ചേച്ചി. ഭൂഗോളത്തിന്റെ സ്പന്ദനം എവിടെയാ? നമ്മളെ വളരെയാണ് ചേട്ടാ. നീ എന്താണ് ചെലക്കണേ? നീ പോടാ, പോ. മോളവിടുന്ന് നിന്നേ. മോളോ? ഒന്ന് കാണിക്കേ. മോളുടെ പേരെന്താ? മലർ. ഞാൻ ജോർജ്, ടീച്ചർ. അല്ല, സ്റ്റുഡന്റ് ആണ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? സുവോളജി ചേച്ചി. അന്ന് സുവോളജി വെച്ചൊരു പാട്ട് പാടിക്കേ. ആര്യവൻ ആര്യവൻ റെക്കോർഡ് തൊക്കി പോയിടുന്നു. പിന്നെ ഇതാണോ നിന്റെ പാട്ട്? എന്താണോ നിനക്ക് നോക്കി നടക്കാൻ അറിയില്ലേ? ഏയ്, ന്യൂ അഡ്മിഷൻ. എന്താ നിന്റെ പേര്? ജോഹാൻ. വീട്ടിൽ ജോ എന്ന് വിളിക്കും. ഏതാ കോഴ്സ്? നാട്ടിലെവിടാ? ഞാൻ കോട്ടയത്ത് നിന്നാ. ബികോമാ. ഓഹോ, അപ്പൊ കോട്ടയം അച്ചായനാണല്ലേ. അപ്പൊ എങ്ങനാ? ഇപ്പൊ പഠിക്കാനുള്ള സ്കോപ്പ് ഇല്ല, ഒരു വരിയുണ്ട്. ഏയ് വേണ്ട, ആ പരിപാടിയൊന്നുമില്ല. നീ ഇങ്ങനെ പഴഞ്ചനായാലോ? ഇത് കോളേജാ, ഇത് വേറെ ലോകമാടാ. ഇവിടെ ഫ്രീഡവും ഫണ്ണും ഉണ്ട്. നീ വാ, കാണിക്കാം.
കോളേജിൽ പോയി തുടങ്ങിയതല്ലേടി. പുതിയ കൂട്ടുകാരൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആവും. നീ വിഷമിക്കണ്ട. വാ, നമുക്ക് കുരിശ് വരയ്ക്കാം. നീ അവനെ പോയി. ആ ശരിടാ, ഇറങ്ങോ. ജോ, കുരിശ് വരയ്ക്കാം, വാ. എന്റെ പൊന്നമ്മേ, എന്നെ ഒന്ന് വെറുതെ വിട്. എന്റെ മനസ്സിൽ പേടി, അവന്റെ കണ്ണുകളിൽ ഒരുതരം മയക്കം. നീ പേടിക്കാതെ, അവൻ നമ്മുടെ മോനല്ലേ. സ്റ്റേജ് 4-ൽ ചവിട്ടിക്കൂടിന് ശേഷം ക്ഷമിക്കണം. ഇനി മേല ഞാനല്ലാതെ വേറെ ആരെങ്കിലും നോക്കിയെന്ന് അറിഞ്ഞാൽ ജോഹാൻ, നീ ഓക്കെ അല്ലേ? ആ, ഞാൻ റെഡിയാ. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. മേലെ മേലെ മാനം മാനം മേലെ വിണ്ണ് വിണ്ണ് മേലെ മേലെ മാനം മാനം മേലെ വിണ്ണ്. ജോഹാന്റെ ടേപ്പ് കുഴിഞ്ഞെന്ന് തോന്നുന്നു. എനിവേസ്, താങ്ക് യു ജോഹാൻ. അടുത്തതായി ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസുമായി നമുക്ക് മുന്നിലെത്തുന്നു ജോമോൻ ജോസഫ്. മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഇത് എന്താ ജോടാ? നീ വെള്ളമടി തുടങ്ങിയോ? എന്റെ മോൻ ഇങ്ങനെ ആയിരുന്നല്ലോ. എന്താ മീനി, എന്തിനും കഴിയില്ല. തോമസേ, നമ്മുടെ ജോബുണ്ട്, അവൻ ചാച്ച, എനിക്ക് എന്ത് പറ്റിയതെന്ന് അറിയില്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ദൈവത്തെ പറഞ്ഞു സ്നേഹിച്ചത് വേർത്തു, എല്ലായിടത്തും ഞാൻ തോറ്റുപോയി. എനിക്ക് ഈ നശിച്ച ജീവിതം മറിച്ചു. എനിക്ക് നിങ്ങൾ പഴയ ചെറുപ്പമായി മാറും. നീ എവിടെയും തോറ്റിട്ടില്ല. നിന്നെ സ്നേഹിക്കുന്നവരെന്നും നിന്റെ കൂടെയുണ്ട്. നീ എന്റെ മോനാ. നിന്നെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാലം മുന്നോട്ട് പോകും. ജോഹാൻ ചികിത്സയുടെ വഴികൾ തേടും. പഴയ കൂട്ടുകാരിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവനെ കുടുംബം കരങ്ങളിൽ താങ്ങും.
ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നടത്തുന്ന അവന്റെ പോരാട്ടത്തിൽ അവരാണ് അവന്റെ ഏക ശക്തി. എന്റെ മോൻ പഴയ ജോബിന് ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ കൃപയും നമ്മുടെ പ്രാർത്ഥനയും അവനെ രക്ഷിച്ചു. ഞാൻ ഇനി ഒരിക്കലും വഴി തെറ്റി പോകില്ല ചാച്ച. എന്റെ ശക്തി എന്റെ വിശ്വാസമാണ്. അവൻ രക്ഷപ്പെട്ടു അല്ലേ? അപ്പം നമ്മളോ? തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴുതിവിടാതെ അതിലൂടെ ചേർത്ത് പിടിക്കാം. നന്മയുടെ നല്ല നാളേക്ക് ചെറിയൊരു നല്ല തീരുമാനവും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. ദൈവത്തോട് ഒരുമിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വിജയത്തിന്റെ വാതിലുകൾ നമുക്കായി തുറന്നു കാത്തിരിക്കും.